ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനേ തേൻ വരിക്ക ചക്ക വെച്ചിട്ട് വഴുതനയിലപ്പം ഉണ്ടാക്കുന്നത്. അപ്പം സാധാരണ എല്ലാവരും ചക്ക മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി അത് മാവിൻ്റെ കൂടെ ചേർത്താണ് സാധാരണ ഞാൻ കണ്ടിട്ടുള്ളത് വഴുതനയിലപ്പം. ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. ഞാൻ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് അരിഞ്ഞെടുക്കുക. അതാണ് ഞാൻ ഈ ചക്ക അരയ്ക്കുന്നില്ല, അല്ലാതെ അരിഞ്ഞ ചക്കയാണ് മാവിനകത്ത് ഇടുന്നത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റീം ചെയ്തൊക്കെ കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചക്കപ്പഴം ഇങ്ങനെ കടിക്കാനും കിട്ടും. അത് നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ചക്കപ്പഴം എല്ലാം നന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണേ. പിന്നെ ഞാൻ അരിപ്പൊടിയല്ല എടുക്കുന്നത്, ഗോതമ്പൊടിയാണ്. ഗോതമ്പൊടി എടുത്തെന്ന് വിചാരിച്ചിട്ട് അത് മയമില്ലാതൊന്നും വരത്തില്ല, നല്ല സോഫ്റ്റായിട്ട് കിട്ടും. പിന്നെ ഉപ്പൊഴിച്ചു ആവശ്യത്തിന്. പിന്നെ അരിഞ്ഞു വെച്ചേക്കുന്ന ചക്ക, തേങ്ങാപ്പീര, ഏലക്കാപ്പൊടി, ജീരകപ്പൊടി, പിന്നെ ശർക്കര പാനിയാക്കി വെച്ചേക്കുന്നത്. എന്ന് വെച്ചാൽ കല്ലുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടി ഞാൻ പാനിയാക്കിയത്. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ച് വെക്കുക. പിന്നെ നമുക്ക് വഴുതനയില എടുക്കുക. വഴുതനയില കുമ്പിൾ കുത്തിയിട്ട് നമുക്ക് കുമ്പിൾ കുത്തി അതിനകത്തോട് സ്റ്റഫ് ചെയ്തെടുക്കുവാണേ. അപ്പോൾ എല്ലാം ഞാൻ കുമ്പിൾ കുത്തി എല്ലാം അതിനകത്ത് ഇളക്കകത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാവേ. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം ചക്കയുടെ ഒക്കെ സീസണല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.